السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിലെ സ്വഹീഹായ ഹദീസുകളാണ് നാം വായിക്കുന്നത്. ഇമാം അൽ അൽബാനി റഹിമഹുള്ള സ്വഹീഹാക്കിയിട്ടുള്ള സ്വഹീഹുൽ അദബുൽ മുഫ്റദ് എന്ന ഗ്രന്ഥം. ആ കിതാബിലെ അടുത്ത ബാബു ലാ ഹിൽഫ ഫിൽ ഇസ്ലാം. ഇസ്ലാമിൽ പ്രതിജ്ഞ ഇല്ല എന്ന നിലക്കുള്ള ഒരു ബാബാണ്. കഴിഞ്ഞ 1-2 ബാബുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പ്രതിജ്ഞ എടുത്തിരുന്ന ഹെൽഫുൽ മുത്തയ്യിബീൻ എന്ന് പറഞ്ഞുകൊണ്ട് ജാഹിലിയ കാലത്ത് ഖുറൈശ് വിവിധ ഗോത്രങ്ങളും കബീലകളും എല്ലാം ഒരുമിച്ച് കൂടി പരസ്പരം ഉപദ്രവിക്കുകയില്ല, പരസ്പരം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല എന്ന് സത്യം ചെയ്ത് പ്രതിജ്ഞ എടുത്ത ഒരു സന്ദർഭം പറഞ്ഞിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീടും പാലിച്ചിരുന്നതായിട്ട്. അതുപോലെ ജാഹിലിയ കാലത്തുള്ള ഈ തരത്തിലുള്ള ഏതെങ്കിലും പ്രതിജ്ഞ നന്മയിൽ ഉണ്ട് എങ്കിൽ അത് ഇസ്ലാമിലേക്ക് വന്നാലും അത് തുടർന്നുകൊണ്ട് പോകണം എന്നറിയിക്കുന്ന ഒരു ബാബാണ്. عن عمرو بن شعيب عن أبيه عن جده قال جلس النبي صلى الله عليه وسلم عام الفتح على درج الكعبة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹിന്റെ ആ വർഷത്തിൽ, മക്ക വിജയിച്ചടക്കിയ ആ വർഷത്തിൽ, ആ സമയത്ത് കഅബയുടെ പടിയിലായിക്കൊണ്ടിരുന്നു. കഅബയുടെ കവാടത്തിലേക്ക് കയറാൻ പടിയുണ്ടായിരുന്നു അന്ന്. അതിൻ്റെ ആ കവാടത്തിലായി, ആ പടിയിലായിക്കൊണ്ടിരുന്നു. ഫഹമിദല്ലാഹ് വഅത്നാ അലൈഹി. അങ്ങനെ അള്ളാഹുവിനെ ഹംദ് ചെയ്യുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും ചെയ്തതിനു ശേഷം സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, മൻ കാന ലഹു ഹിൽഫുൻ ഫിൽ ജാഹിലിയ്യ. ആരെങ്കിലും ജാഹിലിയ കാലത്ത് ഏതെങ്കിലും ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എങ്കിൽ, അഥവാ നല്ല കാര്യങ്ങളിൽ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എങ്കിൽ, ലം യസിദ്ഹുൽ ഇസ്ലാമു ഇല്ലാ ശിദ്ദതൻ. ഇസ്ലാം അത് ഒന്നുകൂടി ശക്തമായി ഉറപ്പിക്കുകയല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വലാ ഹിജ്റത ബഅദൽ ഫത്ഹി. ഫത്ഹിന് ശേഷം, അഥവാ മക്ക ഫത്ഹിന് ശേഷം ഇനിയൊരു ഹിജ്റ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. 2 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഒന്നാമത്തേത്, ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു വ്യക്തി നന്മയുടെ വിഷയത്തിൽ എന്തെങ്കിലും പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എങ്കിൽ, അഥവാ ഞാനിങ്ങനെ ഉപദ്രവിക്കുകയില്ല, മറ്റുള്ളവരെ സഹായിക്കും, അല്ലെങ്കിൽ ആ നിലക്കുള്ള എന്തെങ്കിലും പ്രതിജ്ഞയോ മറ്റോ എടുത്തിട്ടുണ്ട് എങ്കിൽ, ലം യസിദ്ഹുൽ ഇസ്ലാമു ഇല്ലാ ശിദ്ദതൻ. അയാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ, അതൊന്നുകൂടി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന അവസ്ഥ. ജാഹിലിയത്തിൽ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇസ്ലാമിൽ അങ്ങനെ പ്രതിജ്ഞ എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ സഹായിക്കാൻ, പരസ്പരം സഹായിക്കാൻ, അല്ലെങ്കിൽ ശർറ് ഒഴിവാക്കാൻ, ആ നിലക്കുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലായാലും ആ പ്രതിജ്ഞ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ ഹദീസിലുള്ളത് വലാ ഹിജ്റത ബഅദൽ ഫത്ഹി. ഫത്ഹിന് ശേഷം, അഥവാ മക്ക വിജയിച്ചടക്കിയതിനു ശേഷം ഇനി ഒരു ഹിജ്റ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ഹദീസ് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ, ഒരു ശുഭത്ത് ഈ ഹദീസിന്റെ വിഷയത്തിലുണ്ട്. ഈ ഒരു ഭാഗത്തിന്റെ, അതായത് മക്കം ഫത്ഹായതിനു ശേഷം ഇനി ഇസ്ലാമിൽ ഹിജ്റ ഇല്ല എന്ന് ഈ ഹദീസ് കൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്. ഇനി ഒരിക്കലും എന്താ ഹിജ്റ എന്ന് പറഞ്ഞാൽ, കുഫറിന്റെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് മാറിപ്പോകുന്നതിനാണ് എന്ത് പറയുന്നത്, ഹിജ്റ എന്ന് പറയുന്നത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഹിജ്റത ബഅദൽ ഫത്ഹി, മക്ക ഫത്ഹ് കഴിഞ്ഞാൽ ഇനി ഹിജ്റ ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ എന്ത് പറയാറുണ്ട്? ഇനി ഹിജ്റ ഇല്ല ഇസ്ലാമിൽ മക്ക ഫത്ഹോടുകൂടി ഹിജ്റ അവസാനിച്ചു എന്ന് എനിക്ക് പറയാറുണ്ട്. എന്നാൽ അതല്ല ഈ ഹദീസിന്റെ ആശയം. ഈ ഹദീസിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്, മക്കം ഫത്തിഹിന് ശേഷം ഇനി ഒരാൾ മക്കയിൽ നിന്ന് എങ്ങോട്ട് ഹിജ്റ പോകേണ്ട? മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിൽ മുശ്രിക്കീങ്ങളുടെ ഉപദ്രവം കാരണത്താൽ അവിടെ ജീവിക്കാൻ സാധിക്കാത്ത, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നപ്പോൾ അവിടുന്ന് വീടും കുടുംബവും നാടും കച്ചവടവും എല്ലാം ഒഴിവാക്കി അവിടുന്ന് ഇങ്ങോട്ട് ഹിജ്റ പോയി, മദീനയിലേക്ക് ഹിജ്റ പോയി. പിന്നീട് 7-8 വർഷങ്ങൾക്ക് ശേഷമാണ് മക്കം ഫത്ത് സംഭവിക്കുന്നത്, മക്ക വിജയിച്ചടക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇനി മദീനയിലേക്ക് ഒരാളും ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്തായി? മക്ക മുസ്ലിമീങ്ങളുടെ നാടായി, മുസ്ലിമീങ്ങളുടെ അധികാരത്തിന് കീഴിലുള്ള നാടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മദീനയിലേക്ക് ഒരാളും ഹിജ്റ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അല്ലാതെ ഈ ഹിജ്റ മുഴുവനായി ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പല പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം വേറെ ചില ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായിട്ടുള്ള ഹദീസിൽ, അന ബരീഉൻ മിൻ കുല്ലി മുസ്ലിമിൻ യുഖീമു ബൈന അദ്ഹുരിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് താമസിക്കുന്ന ഒരു മുസ്ലിമിനെ തൊട്ട് ഞാൻ ഒഴിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ മുശ്രിക്കീങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്ന, മുശ്രിക്കീങ്ങളുടെ കീഴിലായിക്കൊണ്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ഒരു നാട്ടിൽ നിൽക്കൽ ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. അവൻ അവിടെ നിന്ന് ഹിജ്റ ചെയ്തു പോകുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് എന്തിനുള്ള ദലീലാണ്? ഹിജ്റ നിർബന്ധമാണ്. മുശ്രിക്കീങ്ങളുടെ നാട്ടിൽ നിന്ന് മറ്റുള്ള മുസ്ലിമീങ്ങളുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് ഹിജ്റ പോകൽ നിർബന്ധമാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാ ഹിജ്റത ബഅദൽ ഫത്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കം ഫത്തിന് ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരാൾ ഹിജ്റ പോകേണ്ട ആവശ്യമില്ല. എന്നാൽ കുഫാറുകളുടെ നാട്ടിൽ നിന്ന് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഹിജ്റ പോവുക എന്നുള്ളത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന ഹുക്മാണ്. അന്ത്യനാൾ ഒരു നാട്ടിൽ ഇസ്ലാം ജീവിക്കാനേ പറ്റുന്നില്ല, അവിടെ മുശ്രിക്കീങ്ങളുടെ നിയമം നിർബന്ധമാണ്, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലെയാണ് അനുസരിക്കേണ്ടത്, അവരുടെ ആരാധനകൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല, ജമാഅത്തായി നിസ്കാരം നിർവഹിക്കാൻ പറ്റില്ല, ബാങ്ക് കൊടുക്കാൻ പറ്റില്ല, ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഒരു വഴിയില്ല. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിന്ന് കഴിയുന്നവരെല്ലാം അവിടെ നിന്ന് ഹിജ്റ ചെയ്ത് പോവുകയാണ് വേണ്ടത്. അതല്ലാതെ ഈ ഹദീസിന്റെ ആശയം അന്ത്യനാൾ വരെ ഹിജ്റ ഇല്ല എന്നുള്ളതല്ല, മക്കയിൽ നിന്ന് ഈ മദീനയിലേക്ക് പോകേണ്ട എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കണം, ഇനി വരുന്ന ഹദീസുകൾ വരുന്നുണ്ട്. അനാവശ്യമായിട്ട് കുഫാറുകളുടെ നാട്ടിലേക്ക് അതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നത് പണ്ഡിതന്മാർ ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ സൗകര്യമുള്ള ഒരു നാട്, അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു നാട്, അതിൽ നിന്ന് കുഫാറുകളുടെ നാട്ടിലേക്ക് ഒരാവശ്യത്തിനും പോകേണ്ടതില്ലാത്ത, അഥവാ നിർബന്ധമായ എന്തെങ്കിലും ചികിത്സയോ അല്ലെങ്കിൽ ദറൂറത്തിനല്ലാതെ ഒരു മനുഷ്യൻ പോവുക എന്നുള്ളത് യോജിച്ച കാര്യമല്ല. ചില ഹദീസുകൾ ഈ കിതാബിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അടുത്ത ബാബ്, ബാബു മൻ ഇസ്തംതറ ഫി അവ്വലിൽ മതർ, മഴക്കാലത്തെ ആദ്യ മഴയിൽ മഴ കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ്. മഴ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ മേലെ ചൊരിയുന്ന ഒരു കാരുണ്യമാണ്. മഴയില്ല എങ്കിൽ അടിമകളുടെ അവസ്ഥ എന്തായിരിക്കും? വെള്ളം ലഭിക്കുന്നില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നൽകിയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? അതുകൊണ്ട് തന്നെ വലിയൊരു നിഅമത്താണ് മഴ വർഷിക്കുക എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഒരു മഴക്കാലത്ത് ആദ്യത്തെ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഴ കൊള്ളാൻ വേണ്ടി തയ്യാറെടുക്കാറുണ്ടായിരുന്നു, ആ മഴ ശരീരത്തിൽ കൊള്ളിക്കാറുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാല
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്വാബനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ മഴ പെയ്യുകയുണ്ടായി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബകൾ നിൽക്കുന്ന സമയത്ത് മഴ പെയ്തു. فحسر النبي صلى الله عليه وسلم ثوبه عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വസ്ത്രം അവിടുത്തെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാറ്റി, അഥവാ ഔറത്ത് വെളിവാകാത്ത രീതിയിൽ, എന്നാൽ ശരീരത്തിൽ മഴ നേരിട്ട് കൊള്ളാൻ പറ്റുന്ന രീതിയിൽ വസ്ത്രം കുറച്ച് മാറ്റി. ഹത്താ അസ്വാബഹു അൽ മതർ. മഴ അവിടുത്തെ ശരീരത്തിൽ കൊള്ളുന്നത് പറ്റുന്ന നിലയ്ക്ക് വസ്ത്രം കുറച്ച് നീക്കി. ഖുൽന, അപ്പൊ സഹാബികൾ പറയാണ്, ഞങ്ങൾ ചോദിച്ചു, ലിമ ഫഅൽത, എന്തിനാ റസൂലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅന്നഹു ഹദീസു അഹ്ദിൻ ബിറബ്ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു കാര്യമാണിത് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മഴ വർഷിക്കുന്ന മഴക്കാലത്തിലെല്ലാം ആദ്യം, ഒരു വേനൽക്കാലത്തിന് ശേഷം ആദ്യത്തെ മഴ വർഷിക്കുമ്പോൾ ആ മഴ കൊള്ളുക എന്നുള്ളത്, അത് ശരീരത്തിൽ തട്ടിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മഴ ശരീരത്തിൽ തട്ടുന്ന രീതിയിൽ അല്പം വസ്ത്രം മാറ്റി, ഔറത്ത് കാണാത്ത രീതിയിൽ ആ വസ്ത്രം നീക്കിക്കൊണ്ട് അത് മഴ കൊള്ളുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, സുന്നത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വിശ്വാസം ചെയ്തിരുന്ന കാര്യമാണ്. അടുത്ത ബാബു ഇന്നൽ ഗനമ ബറകത്തുൻ. ആട് എന്നുള്ളത് ബറക്കത്ത് നിറഞ്ഞതാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അന്ന് നബി പ്രദേശത്ത് വളരെയധികം ഉണ്ടായിരുന്ന അവര് ജോലിയായിട്ടും കൃഷിയായിട്ടും പാലിനായിട്ടും എല്ലാം വളർത്തിയിരുന്ന മൃഗമാണ് ആട് ഇനത്തിൽ വരുന്ന, പല പേരുകളിൽ, ആടാവട്ടെ, ചെമ്മരിയാടാവട്ടെ, കോലാടാവട്ടെ, അങ്ങനെ പല പേരുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലൂടെ അറിയിക്കുകയും അത് സഹാബികൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ബറക്കത്ത് ലഭിക്കുന്ന സ്വർഗത്തിലെ ജീവിയാണ് ആട് എന്ന നിലക്കൊക്കെ ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ചില സംഭവങ്ങളാണ്. അൻ ഹുമൈദ് ബിൻ മാലിക് ബിൻ ഖുസൈം അന്നഹു ഖാല, താബിഈയായിരുന്ന ഹുമൈദ് ബിൻ മാലിക് ബിൻ ഖുസൈം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, കുൻതു ജാലിസൻ മഅ അബീ ഹുറൈറ ബിഅർദിഹി ബിൽ അഖീഖ്. ഞാൻ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. അഥവാ അവിടെ അഖീഖ് എന്ന പേരുള്ള ധാരാളം സ്ഥലങ്ങൾ കാണാം. ഒരു താഴ്വരയാണ് എന്നും ദുൽഹലൈഫയുടെ അടുത്തുള്ള താഴ്വരയാണ് എന്നെല്ലാം കാണാം. എന്തായാലും ആ ഒരു പ്രദേശത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിൽക്കുകയാണ്. فأتاه قوم من أهل المدينة على دواب فنزلوا. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ മദീനയിൽ നിന്ന്, മദീനക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ യാത്രയുടെ ഇടയിലായിക്കൊണ്ട് അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ വന്നിറങ്ങുകയുണ്ടായി. قال حميد فقال أبو هريرة. ഹുമൈദ് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഹുമൈദിനോട് പറഞ്ഞു, അബൂ ഹുറൈറയുടെ ഖാദിമായിട്ടുള്ള ആളായിരുന്നു ഹുമൈദ്, ഇദ്ഹബ് ഇലാ ഉമ്മി വഖുൽ ലഹാ, നീ എൻ്റെ ഉമ്മയുടെ അടുത്ത് പോവുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെയധികം ഉമ്മയ്ക്ക് ബിർറ് ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന സ്വഹാബിയായിരുന്നു. വളരെയധികം ഉമ്മയെ സ്നേഹിച്ചിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോടുമുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. കാരണം എല്ലാ മുഅ്മിനീങ്ങൾക്കും അവരുടെ ഖൽബിൽ എന്നോടും എൻ്റെ ഉമ്മയോടും സ്നേഹം വിട്ടുകൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വന്ന ആളുകൾ വന്നപ്പോൾ ഹുമൈദിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് പോവുക, എന്നിട്ട് ഉമ്മയോട് പറയുക, ഇന്ന ബിനകി യുഖരിഉകി അസ്സലാം, എന്നിട്ട് പറയണം, നിങ്ങളുടെ മകൻ നിങ്ങളോട് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. വയഖൂൽ, എന്നിട്ട് പറയുക, അത്ഇമീന ഷൈഅൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ നൽകണം എന്നുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറഞ്ഞു. ഖാല, ഹുമൈദ് പറയുകയാണ്, فوضعت ثلاثة أقراص من شعير. അങ്ങനെ അബൂ ഹുറൈറയുടെ ഉമ്മ ഈ അബൂ ഹുറൈറ പറഞ്ഞയച്ച ഹുമൈദിന്റെ അടുക്കൽ ബാർലി കൊണ്ടുള്ള ഒരു വിഭവം, അത് 3 പാത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ 3 രീതിയിലോ വെച്ചു നൽകി. വശൈഅൻ മിൻ സൈത്തിൻ വമിൽഹിൻ ഫീ സഹഫത്തിൻ, അതുപോലെ തന്നെ ഒരു തളികയിൽ
കുറച്ച് സെയ്ത്ത് ഒലീവും അതുപോലെ തന്നെ ഉപ്പും അതിനോടൊപ്പം നൽകി. അങ്ങനെ അബൂ ഹുറൈറയുടെ ഉമ്മ ഇതെല്ലാം ഒരു പാത്രത്തിലാക്കിക്കൊണ്ട് ഈ ഹുമൈദിന്റെ തലയിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ അത് തലയിൽ ഏറ്റിക്കൊണ്ട് ഈ വന്ന ആളുകൾക്ക് അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് വന്നു. ഞാൻ അങ്ങനെ അവരുടെ അടുക്കൽ എത്തിയിട്ട് അത് തലയിൽ നിന്ന് ഇറക്കി വെച്ചപ്പോൾ കബ്ബർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. വഖാല എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹില്ലദീ അശ്ബഅനാ മിനൽ ഖുബ്സി ബഅദ അൻ ലം യകുൻ തആമുനാ ഇല്ലൽ അസ്വദാൻ. അവിടുന്ന് പറഞ്ഞു അല്ലാഹുവിന് സ്തുതി, നമുക്ക് ഈ ഖുബ്സിൽ നിന്ന് ഈ റൊട്ടിയിൽ നിന്ന് എന്ത് നൽകിയ നമ്മുടെ വയറ് നിറക്കുന്ന അല്ലാഹുവിന് സ്തുതി. കാരണം ഇതിനു മുമ്പ് നമ്മൾ എന്താണ് ഭക്ഷിച്ചിരുന്നത്? 2 കറുത്ത സാധനങ്ങളായിരുന്നു. ഈ അസ്വദാൻ എന്ന് പറഞ്ഞാൽ അത്തംറു വൽ മാ, ഈത്തപ്പഴത്തിനും വെള്ളത്തിനും കൂടി പറയുന്ന വാക്കാണ് അറബികൾ അസ്വദാൻ എന്നുള്ളത്. അതായിരുന്നു നമുക്ക് ഭക്ഷണമായിട്ടുണ്ടായിരുന്നത്. ഫലം യുസ്ബിൽ ഖൗം മിന അത്ആമി ഷൈഅൻ, കാരണം അവർക്ക് ആ അവർക്കാവട്ടെ ഇതിനു മുമ്പ് കാര്യമായ ഭക്ഷണം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയാണ്. അപ്പൊ അത് അവർക്ക് ഈ റൊട്ടിയും ഇതെല്ലാം കിട്ടിയപ്പോൾ അവർ അല്ലാഹുവിനെ സ്തുതിച്ചു. അങ്ങനെ ആ യാത്രക്കാർ അവിടെ നിന്ന് പോയ സമയത്ത് ഹുമൈദിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇതാണ് നമ്മുടെ ബാബുമായി ബന്ധപ്പെട്ട ഭാഗം. യബ്ന അഖി, എന്റെ സഹോദര പുത്ര, അഥവാ വിളിക്കുന്ന അറബികൾ പരസ്പരം വിളിക്കുന്ന സ്നേഹത്തോടു കൂടി മോനെ എന്നൊക്കെ വിളിക്കുന്നതിന് പകരം വിളിക്കുന്ന വാക്കാണ് ഇബ്ന അഖി എന്നുള്ളത്. അഹ്സിൻ ഇലാ ഗനമിക്, ഈ ഹുമൈദിനോട് പറഞ്ഞു, ഹുമൈദിന് ആടുകളുണ്ട്, പറഞ്ഞു നിന്റെ ആടുകളോട് നീ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കണം. വംസഹിർ റഗാമ അൻഹാ, അതിന്റെ പുറത്തുള്ള ചെളിയും മണ്ണും മറ്റുള്ള കാര്യങ്ങളൊക്കെ നീ തട്ടിക്കളയണം, അതിനെ വൃത്തിയായി കാത്തു സൂക്ഷിക്കണം. വാതിബ് മറാഹഹ ലിമിറാഹഹ, അതിന്റെ കൂടാരം, അത് തങ്ങുന്നത് അത് നീ വൃത്തിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കണം. വസല്ലി ഫീ നാഹിയതിഹ, അതിന്റെ ഒരു ഓരത്ത് നിനക്ക് നിസ്കരിക്കാവുന്നതാണ് എന്നും പറഞ്ഞു. അഥവാ ആടിനെ കെട്ടിയിടുന്ന സ്ഥലത്ത് നിസ്കരിക്കൽ അനുവദനീയമാണ്, എന്നാൽ ഒട്ടകത്തിനെ കെട്ടിയിടുന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓരത്ത് എനിക്ക് നിസ്കരിക്കാവുന്നതാണ് പറഞ്ഞു. ഫഇന്നഹാ മിൻ ദവാബിൽ ജന്ന, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആടുകൾ എന്നുള്ളത് സ്വർഗത്തിലെ ജീവിയിൽ പെട്ടതാണ്, സ്വർഗത്തിലെ ജീവികളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. വല്ലദീ നഫ്സി ബിയദിഹി, എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവാണ് സത്യം, ലയൂഷികു അൻ യഅതിയ അലന്നാസി സമാനുൻ, ആളുകളിലേക്ക് ഒരു കാലഘട്ടം അടുത്ത് തന്നെ വരും, അടുത്തെത്തിയിട്ടുണ്ട്. തകൂന സല്ലതു മിനൽ ഗനം അഹബ്ബ ഇലാ സാഹിബിഹാ മിൻ ദാരി മർവാൻ, അവർക്ക് മറ്റെന്ത് മൂല്യവത്തായ മറ്റുള്ള എന്തൊരു കാര്യത്തിനേക്കാളും ഒട്ടകങ്ങളെ ആടുകളെ, ഒരു കൂട്ടം ആടുകളെ ആയിരിക്കും അവന് മറ്റെന്തിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി മാറുന്നത് എന്ന്, അങ്ങനെ ഒരു കാലം വരാനായിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. കാരണം അതിന്റെ ബറക്കത്ത് കൊണ്ട്, അതുകൊണ്ടുള്ള നേട്ടം കൊണ്ട്, അതുകൊണ്ടുള്ള ഉപകാരം കൊണ്ട് അത് ആളുകൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു കാര്യമായി വൈകാതെ മാറിത്തീരും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോ ആട് എന്നുള്ളത് സ്വർഗത്തിൽ നിന്നുള്ള ജീവിയാണെന്ന് പല അസറുകളിലും വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇറക്കി കൊടുത്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അല്ലാതെയും ഇപ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അരുവികൾ ഒഴുകുന്നുണ്ട്, നൈലും യൂഫ്രട്ടീസും എല്ലാം സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന അരുവികളാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണ് ഹജറുൽ അസ്വദ് എന്നുള്ളത്. അതുപോലെ സ്വർഗത്തിന്റെ റൗളത്തും മിൻ റിയാദിൽ ജന്നയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെയും ഇടയിലുള്ള സ്ഥലം. അങ്ങനെ ചില കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് സ്വർഗത്തിലെ ജീവികളിൽ ഒരു ജീവിയാണ് ഈ ആട് എന്നുള്ളത്. അത് ബറക്കത്തുള്ള ഒരു ജീവിയായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ചില ആളുകൾ ഇത് വളരെ പുച്ഛത്തോടു കൂടി പറയുന്നത് കാണാം. ആടിനെ വെക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഒരു ഹദീസ് പറഞ്ഞതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഒരാൾ ആടിന്റെ കൃഷി നടത്തിയതിന്റെ പേരിലോ അയാൾ ദീനിൽ ഉകുലുള്ള ആളാവുന്നൊന്നുമില്ല. അതായത് ഈ ഹദീസ് ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ആടിനെ വളർത്തി, അല്ലെങ്കിൽ ആടിന്റെ കച്ചവടം ചെയ്തു, ഇതുകൊണ്ട് ഒരാളെങ്ങനെ മോശക്കാരനാകുന്നത്? ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാം. ഇതെന്തോ പ്രാചീനമായിട്ടുള്ള കാര്യമാണ്, ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല, ഇസ്ലാം എന്ന് പറഞ്ഞാല് നല്ല മോഡേൺ ആയിട്ടുള്ളത് മാത്രമാണ് ഇസ്ലാം എന്നുള്ള നിലക്ക്. ഇതിന്റെ അർത്ഥം ഞാൻ എല്ലാവരും ആടിനെ മേക്കണം അല്ലെങ്കിൽ ആടിന്റെ കൃഷി നടത്തണം എന്നുള്ളതല്ല. അതിന് ചില പ്രത്യേകതകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ചില പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ നിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? അതിനെ കളിയാക്കേണ്ട ആവശ്യം എന്താണ്?
അത് അള്ളാഹുവിന്റെ റസൂലിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അതുപോലെ ഈ പല ആളുകളും ഹദീസുകളെ കേൾക്കുമ്പോൾ പുച്ഛിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് കളിയാക്കുന്ന ആളുകളെ കാണാം. ഇപ്പോ പല്ലിയുമായി ബന്ധപ്പെട്ട ഹദീസാവട്ടെ, പല്ലിയെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസാവട്ടെ, അല്ലെങ്കിൽ ഈച്ച വെള്ളത്തിൽ വീണാൽ അത് മുക്കിയെടുക്കണം എന്ന് പറയുന്ന ഹദീസാവട്ടെ, ധാരാളം ഹദീസുകൾ സംസം വെള്ളത്തിന്റെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റു പല ഹദീസുകളെയും അവരുടെ ബുദ്ധിക്ക് ഇത് ശരിയല്ല എന്ന് തോന്നുന്നു. അവർക്ക് എന്താ പിന്നെ ശരിയാവുക? ആകാശത്തിന് മുകളിൽ അള്ളാഹ് അർശിന്റെ മേലെ ഇസ്തിവാ ചെയ്യുന്നവർ വിശ്വസിക്കുമോ? ഇത്ര നിസ്സാരമായ ഒരു കാര്യം വിശ്വസിക്കാത്ത ആളുകള് അർശിന്റെ മേലെ അള്ളാഹ് ഇസ്തിവാ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം വഹിയായിട്ട് ഇറങ്ങിയിട്ട് കിട്ടിയതാണ് ഖുർആൻ എന്നവർ വിശ്വസിക്കുമോ? അവര് ദീനിനെ കളവാക്കുന്നവരാണ്. ഹദീസിന്റെ മാനദണ്ഡങ്ങളോട് കൂടി ഒരു ഹദീസ് സ്വീകരിക്കപ്പെടാൻ യോഗ്യനായിട്ടുണ്ടെങ്കിൽ അത് അത്രയും കൃത്യമായിട്ട് ഒരു ചെറിയ രീതിയിൽ പോലും ഒരു കളവായിട്ടുള്ള ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലേക്ക് ചേർത്തപ്പെടുന്ന അവസ്ഥയിൽ അതുകൊണ്ട് ദീനിൽ വിധിയെടുക്കേണ്ട അവസ്ഥ വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ 1400 അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാർ ഹദീസിനെ കുറിച്ചുള്ള ഒരു അത്ഭുതകരമായിട്ടുള്ള പഠനശാഖ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പഠിച്ചവർക്കറിയാം ഒരു തരത്തിലും ഒരു അംശം പോലും വ്യാജമായിട്ടൊരു ഹദീസ് അതിലേക്ക് കയറില്ല. ഒരു അംശം പോട്ടെ, എല്ലാ നിബന്ധനകളും പാലിച്ചു. ഒരു ഹദീസിന്റെ വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് 4 ആള് പറഞ്ഞു കഴിഞ്ഞാല് ആ ഹദീസ് മുൽത്തരിബായ ഹദീസാണെന്ന് പറഞ്ഞിട്ട് അത് തള്ളും, ആ ഹദീസ് സ്വീകരിക്കൂല. അപ്പൊ പിന്നെ ഇല്ലാത്ത ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പറയുന്നത് അവർ ദീനിനെ കളവാക്കാൻ വേണ്ടി ശുഭത്ത് പാലിച്ച ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള ഹദീസുകൾ അത് സഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ അംഗീകരിക്കാനും സ്വീകരിക്കാനും അതിൽ കീഴൊതുങ്ങാനും നമുക്ക് മനസ്സുണ്ടാകണം. കളിയാക്കാൻ നിൽക്കുകയാണ് എങ്കിൽ അത് അവരുടെ ഖൽബിലുള്ള രോഗത്തിന്റെ അടയാളമാണ്. ഈ ഹദീസിനെ കളവാക്കുന്ന, ഹദീസിനെ കളിയാക്കുന്ന ആളുകൾ. അടുത്ത ബാബുൽ ഇബ്ലി ഇസ്സുൽ ലി അഹ്ലിഹാ. ഒട്ടകം എന്നുള്ളത് ഒട്ടകത്തിന്റെ ആളുകൾക്ക്, അതിനെ വളർത്തുന്ന ആളുകൾക്ക് ഇസ്സത്താണ്. ഇസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ളതല്ല, അവർക്ക് അഹങ്കാരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതായത് ഈ ഹദീസിൽ തന്നെ ഇനി വായിക്കാൻ പോകുന്ന ഹദീസും അതുപോലെ ചില ആശയങ്ങളും കാണാം. ഓരോ ജീവിയെ വളർത്തുന്ന ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ചില സ്വഭാവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാണാം. ഇപ്പോൾ ഒട്ടകവും കുതിരയും അതിന്റെ യജമാനന്മാർക്ക്, അതിനെ വളർത്തുന്ന ആളുകൾക്ക് എന്തുണ്ടാകാറുണ്ട്? ആ തലത്തിൽ ഒരു ഒട്ടകവും കുതിരയും കുറച്ച് ഫഖ്റുള്ള ജീവികളാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം, പരിക്കൻ സ്വഭാവവും അതിനെ കൊണ്ടൊരു ഫഖ്റ് കാണിക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. അതേസമയം ആടിനെ മേയ്ക്കുന്ന ആളുകൾക്ക് ഒന്നുകൂടി സമാധാനമുള്ള, ശാന്തതയുള്ള, ക്ഷമയുള്ള സ്വഭാവമാണ് അവർക്ക് ഉണ്ടാകാറുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റഅസുൽ കുഫ്രി നഹ്വൽ മശ്രിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് പറയുകയാണ്, കുഫറിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം എന്നുള്ളത് മശ്രിഖാണ്, കിഴക്ക് ഭാഗമാണെന്ന് പറയുകയാണ്. അഥവാ അവിടുന്ന് കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാൻ അതുപോലെയുള്ള ആ പ്രദേശങ്ങൾ, അവിടെ മജൂസികൾ, അന്ന് കാലത്തെ പേർഷ്യ അതുപോലെ പറയുന്ന ആ നജിദ് എന്ന് പറയുന്ന ആ ഒരു അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ അവിടെയുള്ള ആളുകൾ, അവർ മജൂസികൾ കൂടുതൽ ഉണ്ടായിരുന്നു. അവർ കുഫറിന്റെ ആളുകളാണ്. അതല്ലെങ്കിൽ പല ഫിത്നകളും പുറപ്പെടുന്ന സ്ഥലമാണ് അത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. മജൂസികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ വളരെയധികം കുഫർ കൊണ്ട് ധിക്കാരം കാണിക്കുന്ന ആളുകളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രാജാവിന് കത്തെഴുതി, ഇസ്ലാമിനെ അറിയിച്ചുകൊണ്ട് കത്തെഴുതി. ബാക്കിയുള്ള രാജാക്കന്മാർ, ഇപ്പൊ ഹിർഖൽ രാജാവട്ടെ, ബാക്കിയുള്ള രാജാക്കന്മാർ അതിന് പുച്ഛിച്ചിട്ടില്ല, അതിനെ കൊടുക്കേണ്ട ഒരു വില കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മജൂസികൾക്ക് അയച്ച സമയത്ത് അവർ അവരുടെ അഹങ്കാരം കാരണത്താൽ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനെ ചുരുട്ടി എറിയുകയാണ് ഉണ്ടായത്. അത്രത്തോളം അഹങ്കാരം കാണിച്ചിരുന്ന, അതുപോലെ തന്നെ ദജ്ജാലിന്റെ ഫിത്ന, യജൂജ് മജൂജിന്റെ ഫിത്ന, അതുപോലെയുള്ള പല കാര്യങ്ങളും ആ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന നിലക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശേഷം അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു പെരുമ നടിക്കലും അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കലൊക്കെ കുതിരയുടെയും ഒട്ടകത്തിന്റെയും ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. അതുപോലെ അഥവാ പശുക്കൾ ധാരാളമുള്ള, അല്ലെങ്കിൽ ധാരാളം കൃഷിയും കാര്യങ്ങളുമുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കാണാറുണ്ട്? ഒരു പെരുമയും പൊങ്ങച്ചവും എല്ലാം കാണാറുണ്ട്. എന്നിട്ട് പറഞ്ഞു
എന്നാൽ സക്കീനത്ത് ഏറ്റവും സമാധാനപരമായിട്ടുള്ള ശാന്തതയുള്ള നല്ല ക്ഷമയുള്ള ഗുണങ്ങളെല്ലാം കാണാറുള്ളത് ആടിനെയും മറ്റും മേക്കുന്ന, ആടിനെ വളർത്തുന്ന പോറ്റുന്ന ആളുകളിലാണ് ആ രീതിയിലുള്ള ഇത് കാണാറുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അഥവാ സക്കീനത്ത് എന്ന് പറഞ്ഞാൽ തുമഇനീനത്തും വഖാറും തവാളും വിനയും അതെല്ലാം അങ്ങനെയുള്ള ആളുകൾക്ക് കാണാറുണ്ട്. അഥവാ ഏത് ജീവിയായിട്ടാണോ കൂടുതലായിട്ട് അതിനെ നോക്കുന്നത് അതിന്റെ ഒരു സ്വഭാവമാണ് എങ്ങോട്ട് വരാറുണ്ട്, ആളുകൾക്ക് വരാറുണ്ട്. അപ്പൊ നോക്കിയാൽ മതി, ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർ അതിന്റെ സ്വഭാവം വരും. ഇപ്പൊ ഒരു പോലീസുകാരന്റെ സ്വഭാവം ആവില്ല വേറൊരു സാധാരണ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകന്റെ സ്വഭാവം, അല്ലെങ്കിൽ അതുപോലെ വേറൊരു ജോലി ചെയ്യുന്ന ആളുടെ സ്വഭാവം അല്ലെ വേറൊരു വ്യത്യാസം ഉണ്ടാവും. അവർ ചെയ്യുന്ന ജോലി, അവരിടപഴകുന്ന മേഖല അത് അവരുടെ സ്വഭാവത്തിൽ സ്വാധീനം ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ നാടിനും ഓരോ സ്വഭാവം ഉണ്ടാവുന്ന പിന്നെ പല പണ്ഡിതന്മാരും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഓരോ നാട്ടിന്റെ സാഹചര്യവും ചുറ്റുപാടും എല്ലാം അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് ഈ വിഷയം. അഥവാ ഒട്ടകത്തെ വളർത്തുന്ന, കുതിരയെ പോറ്റുന്ന ആളുകൾക്ക് അതിനെ കൊണ്ട് അള്ളാഹു രക്ഷ നൽകാത്തവർക്ക് അതിനെ കൊണ്ടൊരു പൊങ്ങച്ചം കാണാറുണ്ട്. അടുത്തത് ഈ ആടുകളുമായി ബന്ധപ്പെട്ട് തന്നെ അതിന്റെ ബർക്കത്തിനെ അറിയിക്കുന്ന ഒരു അസറാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാണ്, അജിബ്തു ലിൽ കിലാബി വശാഇ. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ നായ്ക്കളുടെയും ആടുകളുടെയും കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. നായ്ക്കളുടെയും ആടുകളുടെയും കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ശാഅ യുദ്ബിഹു മിൻഹാ ഫിസ്സനതി കദാ വകദാ വയുഹ്ദാ കദാ വകദാ. ഈ ആടുകളെയും ചെമ്മരി ആടുകളെയൊക്കെ എത്രയോ അറുക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എത്രയോ അറുക്കുന്നുണ്ട്, എത്രയോ പിന്നെ ഹജ്ജിന് വേണ്ടി ആവട്ടെ, അല്ലാത്ത കാര്യങ്ങൾക്കാവട്ടെ, അല്ലെങ്കിൽ കഫാറത്തിനായിട്ടാവട്ടെ, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യാനാവട്ടെ, എത്രയോ അറുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഉദുഹയ്യത്ത് പോലെയുള്ളതിനൊക്കെ നമ്മുടെ നാട്ടിലാണ് ഒരാൾ മാക്സിമം പോയ ഒരു ഇതൊക്കെ അറുക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ ഒരാൾ തന്നെ 100 ആടിനെയും 100 ഒട്ടകത്തിനെയൊക്കെ അറുക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഒരാളുടെ സമ്പത്തിനനുസരിച്ച്. എന്നാൽ അവർക്ക് അത്രയുണ്ട്, ആയിരക്കണക്കിന് 2000 കണക്കിന് ഈ ആടും ഒട്ടകവും ഉള്ള ആളുകൾ 100 ആടിനൊക്കെ അറിവ് നടത്തും. അപ്പൊ അങ്ങനെ ഒരാൾ തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ അത്രയും അവിടെ അറിവ് നടക്കുന്നുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ നായ്ക്കളുടെയും ആടുകളുടെയും വിഷയം അത്ഭുതപ്പെടുത്തുന്നു. കാരണം ആടുകൾ ഇത്രയും പല കാരണത്താൽ അറുക്കപ്പെടുന്ന ഒക്കെ ഉണ്ട്. വൽ കൽബു, നായാണെങ്കിലോ തലഉൽ കൽബത്തുൽ വാഹിദത്തു കദാ വകദാ. ഒരൊറ്റ പെണ്ണ് പട്ടി അഥവാ നായയുടെ സ്ത്രീവർഗം ഒരൊറ്റ പ്രസവത്തിൽ തന്നെ കുറേ പ്രസവിക്കുന്നുണ്ട്. ആടിനെ പോലെയല്ല. ആടെന്തല്ല, ഒരു പ്രസവത്തിൽ ഒരു പട്ടി പ്രസവിക്കുന്നത് പോലെ പ്രസവിക്കുന്നില്ല. എണ്ണം കുറവായിരിക്കും. പട്ടിയാണെങ്കിൽ കുറേ പ്രസവിക്കും ഒറ്റ പ്രസവത്തിൽ തന്നെ. എന്നിട്ടും എന്നിട്ടും ആടുകൾ എന്തുണ്ട്, ആ നായ്ക്കളെക്കാൾ കൂടുതൽ ഇവിടെ ഉണ്ട്. അതിനെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. അതായത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്, ആ ജീവിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു ബറക്കത്താണ്. അത് നോക്കണം. നായ്ക്കൾ ആരും ഇങ്ങനെ ഇറക്കണമെന്നില്ലല്ലോ. നായ്ക്കൾ ആരും പിടിച്ചിട്ട് ഒരു കൊല്ലത്തില് ഒരു നാട്ടില്, നമ്മുടെ നാട്ടിലെ ചില മസ്ജിദ് തന്നെ ഒരു ഉദുഹ്യത്തിന് 100-200 ആടിനൊക്കെ ഇറക്കുന്നുണ്ട് ചില മസ്ജിദുകൾ. ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ അങ്ങനെ പിടിച്ച നായ്ക്കളൊന്നും ഉണ്ടാവുന്നില്ല. അതിന് മാത്രം ആടുകൾ ഇവിടെ പ്രസവിച്ച ഒരു പ്രസവത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതം പറയാണ്. കാരണം ആടിന്റെ ഒരു ബറക്കത്ത് പറയാണ്. എന്നിട്ടും ആടുകൾ ഇവിടെ നായ്ക്കളെക്കാൾ കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ബറക്കത്ത്, ആ ജീവിക്ക് നൽകിയിട്ടുള്ള ഒരു ബറക്കത്താണ്. അടുത്തൊരു ഹദീസ് റിവായത്ത് അസറാണ്. അബൂ റബിയാൻ അത് പറയാണ്, ഖാല ലി ഉമർ ഇബ്നുൽ ഖത്താബ്, എന്നോട് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടമാണ്, ഭരിക്കുന്ന കാലഘട്ടമാണ്. യാ അബൂ റബിയാൻ കം അതാഉക്, നിനക്ക് എത്രയാണ് അത്തിയയായിട്ട് ലഭിക്കുന്നത്? അഥവാ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഭരണകൂടത്തിൽ നിന്ന്, ഭരണാധികാരികളിൽ നിന്ന് സ്വഹാബികൾക്കും പെൻഷൻ കൊടുക്കുന്നത് പോലെ അതിയ കൊടുക്കും. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് പെൻഷൻ പറയല്ലോ, പ്രായമായവർക്ക് ഒരു പെൻഷൻ, അല്ലെങ്കിൽ വിധവകൾക്ക് ഒരു പെൻഷൻ. അതുപോലെ സ്വഹാബികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പെൻഷൻ, അതിൽ പ്രായമായവർക്ക് പ്രത്യേകമായിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറവുകളുള്ളവർക്ക് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അബൂ റബിയാനോട് ചോദിച്ചു, നിനക്ക് എത്രയാണ് അതിയായിട്ട് ബൈത്തുൽ മാലിൽ ലഭിക്കാറുള്ളത്? ഖുൽതു, അപ്പൊ പറഞ്ഞു, അൽഫാനി വഖംസമിയ, എനിക്ക് 2500 ദിർഹമോ ദീനാറോ ആണ് ലഭിക്കാറുള്ളത് പറഞ്ഞു.
قال له أبو പറഞ്ഞു يا أبا ظبيان എന്നിട്ട് അബൂ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് يا أبو ظبيان اتخذ من الحرث والسبابيا من قبل أن تليكم غلمة قريش ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് നീ കൃഷിയോ അതല്ലെങ്കിൽ ആടുമാടുകളെ വളർത്തുന്നതോ ആയിട്ടുള്ള കാര്യം നീ ചെയ്യണം. അതാണ് ഹർഫ് എന്ന് പറഞ്ഞാൽ കൃഷി, സബാബിയ എന്ന് പറഞ്ഞാൽ ആടുമാടുകൾ. ഏതിനു മുമ്പ്? മിൻ ഖബ്ലി അൻ തലീകും ഖിൽമത്തു ഖുറൈശിൻ, ഖുറൈശികളിലെ ചെറുപ്പക്കാർ നിങ്ങളുടെ മേലെ അധികാരികളായി വരുന്നതിന് മുമ്പ്. ഉമർ റളിയല്ലാഹു അൻഹു അധികാരി. ആ കാലശേഷം ഖുറൈശികളിലെ ചെറുപ്പക്കാർ വരുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യണം? കൃഷിയോ അല്ലെങ്കിൽ ആടുമാടുകളെ വളർത്തുന്നതോ ആ കച്ചവടം നിലക്കൾ ചെയ്യണം. അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ കിട്ടുന്ന അത്താകൾ എന്താവാറില്ല, അതൊരു വരുമാനമായിട്ട് സമ്പത്തായിട്ട് അവർ കണക്ക് കൂട്ടാത്ത അവസ്ഥ വരും എന്ന് പറഞ്ഞു. ഇതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക നിലനിൽപ്പ്, ഒരു നാട്ടിൽ ഭരണാധികാരിയാണ് ഒരു നാട്ടിലെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയും അവരുടെ വരുമാനവും അവരുടെ ആവശ്യങ്ങളൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത്. ഒരു ഭരണാധികാരി നന്നായാൽ എല്ലാ രീതിയിലും, ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ഭരണാധികാരി നന്നായാൽ ആ നാട്ടിലെ ആളുകളുടെ ദീന് നന്നാവും, ആളുകളുടെ ജീവിതം നന്നാവും, ആളുകളുടെ വരുമാനവും സമ്പൽ സമ്പുഷ്ടി നിറഞ്ഞിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. നല്ല ഭരണാധികാരി കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ ദാരിദ്ര്യം ഉണ്ടായ മഴയില്ലാത്ത കാലഘട്ടത്തിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു അത് എന്ത് ചെയ്യാറുണ്ട്? പരസ്പരം എങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക ലോകം വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനി രണ്ടാം ഉമർ എന്ന് പറയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്തിലാണെങ്കിലോ ധാരാളം ഇതുപോലെയുള്ള വർധനവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ അബൂ സുഫിയാനോട് പറയുകയാണ്, ഈ അത്താഴ് മാത്രം നീ നോക്കി നിൽക്കണ്ട, നീ എന്തെങ്കിലും കൂടുതൽ വരുമാനം ഉണ്ടാകാൻ സാധിക്കുന്ന കൃഷിയോ അല്ലെങ്കിൽ മാടുകളെ വളർത്തുന്ന ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്യണം എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിന്റെ പൊതു താല്പര്യമാണ് കച്ചവടം ചെയ്യുക എന്നുള്ളത്. കച്ചവടത്തിന്റെ ഫൗൽ അറിയിക്കുന്ന ധാരാളം കിതാബുകൾ തന്നെയുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളാവട്ടെ അല്ലാത്ത ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട കാര്യമാണ്, എന്തെങ്കിലും സാലറി പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനേക്കാൾ കൂടുതൽ വരുമാനം സമ്പാദിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ നിലയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഹലാലായ രീതിയിലുള്ള കച്ചവടവും മറ്റും ചെയ്യലാണ് കൂടുതൽ ബർക്കത്ത് നിറഞ്ഞ കാര്യം എന്നുള്ളത്. അത്താഴം എന്ന് പറയുന്ന സാലറി പോലെയാണ്, ഒരു പണിയെടുക്കുന്ന കൃത്യം എത്ര മാത്രം ഇങ്ങനെ കിട്ടുന്ന ഒരു അവസ്ഥയിൽ പോലെ. പക്ഷെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അത് മാത്രം നോക്കിയിരിക്കാതെ വർധനവുണ്ടാകുന്ന, വളർച്ചയുണ്ടാക്കുന്ന കച്ചവടം പോലെയുള്ള കൃഷിയോ അല്ലെങ്കിൽ ആടുകൾ ആ രീതിയിൽ വർധനവുണ്ടാകുന്ന കാര്യങ്ങളിൽ നീ സ്വീകരിക്കുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ ഈ ബാബു കൊടുക്കാനുള്ള കാരണം ഒട്ടകത്തിനെ ആടിനെയൊക്കെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാലറി പോലെയുള്ള കാര്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിനേക്കാൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് കച്ചവടം ചെയ്യാനാണ്. കാരണം അതിലാണ് വർധനവുണ്ടാവുക. ആരൊക്കെ സാലറി കിട്ടിയിട്ട് പണം വർദ്ധിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോകുന്നല്ലാതെ കച്ചവടം ചെയ്തവരാണ് അവർക്ക് സമ്പത്തിൽ വർധനമുണ്ടായിട്ടുള്ളത്. ഹലാലായ രീതിയിൽ അവരുടെ പരിശ്രമം കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവർക്ക് വർധനമുണ്ടായിട്ടുള്ളത്. അപ്പൊ എല്ലാ കാര്യം, പ്രത്യേകിച്ച് ഇന്നത്തെ യുവാക്കളൊക്കെ അവർക്ക് ആകെ സാലറി പോലെയുള്ള ജോലികൾക്ക് മാത്രം ശ്രമിക്കുന്നത് കാണാം. പക്ഷെ യുവാക്കളിൽ പ്രോത്സാഹിപ്പിക്കേണ്ട, അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകേണ്ട മുസ്ലിമീങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ചുമുള്ള കാര്യമാണ് കച്ചവടം ചെയ്യുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർമേൽപ്പിച്ച് ഹലാലായ രീതിയിൽ അതിനുവേണ്ടി ജുഹദ് ചെയ്താൽ, പരിശ്രമിച്ചാൽ അള്ളാഹു തീർച്ചയായും ബറക്കത്ത് ചൊരിയുന്ന ഒരു മേഖലയാണ്. അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു അസർ കൂടിയാണ് ഈ പറഞ്ഞത്. عن عبدة بن حزن قال تفاخر أهل الإبل وأصحاب الشاء. ഒരിക്കൽ അബ്ദത്ത് ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഒട്ടകത്തിന്റെ ആളുകളും ആടിന്റെ ആളുകളും, അഥവാ ഒട്ടകത്തിന് കൃഷിയും വളർത്തുന്ന ആളുകളും ഒട്ടകത്തിനെ വളർത്തുന്ന ആളുകളും ആടിനെ വളർത്തുന്ന ആളുകളും തമ്മിൽ പരസ്പരം പെരുമാറാൻ തുടങ്ങി. അഥവാ ഞങ്ങളാണ് നല്ലത്, അവരാണ് നല്ലത്, എനിക്ക് അവരെ പരസ്പരം പറയുന്ന ഒരു അവസ്ഥ. فقال النبي صلى الله عليه وسلم, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇത മൂസ വഹുവ റാഇ ഗനം. മൂസ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചത് ആടിനെ മേയ്ക്കുന്നതിനായിട്ടാണ്. വബുഇത ദാവൂദ് വഹുവ റാഇ ഗനം. ദാവൂദ് നബി അലൈഹി ഇസ്ലാമും ആദ്യകാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ആടിനെ മേയിച്ചിട്ടുണ്ട്. വബുഇതു അന വഅന അർആ ഗനമൻ ലിഅഹ്ലി ബിഅജിയാദ്.
ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ കുടുംബത്തിനും കുടുംബക്കാർക്കൊക്കെ വേണ്ടിയിട്ട് അജിയാദിൽ വെച്ച്, അത് മക്കയുടെ താഴ്ന്ന പ്രദേശമാണ്, ഇന്നും ആ പേരിൽ സ്ഥലങ്ങളുണ്ട്. അജിയാദ് ഇന്നും ഹറമിന്റെ ഒന്നാമത്തെ ബാബക്ക് അജിയാദ് കാണാൻ സാധിക്കും. ആ പ്രദേശത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആടിനെ വെച്ച് നടന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അഥവാ എല്ലാ അമ്പിയാഹത്തും എല്ലാവരും ചെയ്തിട്ടുള്ള ജോലിയാണ് എന്ത്, ആടിനെ മേയ്ക്കുക എന്നുള്ളത്, ആടിനെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഉലമാക്കൾ എന്തിനാണ് ഇതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ് എന്നുള്ളത് പറയുന്നിടത്ത് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആടുകളെ വളർത്തുന്നത് വഴി അല്ലെങ്കിൽ അതിനെ മേയ്ക്കുന്നത് വഴി ഒരാൾ വലിയ നിലയിൽ സ്വബർ പഠിക്കുന്നതാണ്. അഥവാ നബിമാരാരാണ്? അവർ ഇമാമിയങ്ങളാണ്, ദീനിന്റെ ഇമാമത്തുള്ളവരാണ്. അവര് ദീനിൽ ഒരു ഉമ്മത്തിനെ നയിക്കേണ്ട ആളുകളാണ്. അപ്പൊ ആളുകളെ നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടം ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശീലനമായിട്ടും അതിൽ ക്ഷമ പഠിക്കാൻ വേണ്ടിയും ഈ ആടുകളെ മേയ്ക്കുന്നതും അതിനെ ആവശ്യമായ സ്ഥലത്ത് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ അതിന്റെ ചെന്നായ്ക്കളിൽ നിന്നും മറ്റുള്ള വേട്ടമൃഗങ്ങളിൽ നിന്നൊക്കെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അത് ആ നബിമാർക്ക് ഒരു ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശീലനമായിക്കൊണ്ട് അതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു പരിശീലനമായിക്കൊണ്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഇതിന്റെ ഹിക്മത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇത് നബിമാരുടെ മേലുണ്ടായിരുന്ന അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ആടിനെ മേയ്ക്കുക അല്ലെങ്കിൽ ആടിനെ പോറ്റുക, ഇതുപോലുള്ള കാര്യങ്ങൾ അവരിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇത്രയുമാണ് ഈ കന്നുകാലികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആടുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ. അടുത്ത ബാബുൽ അറാബിയ്യ എന്ന് പറയും. അഥവാ ഒരാൾ ഹിജറ ചെയ്ത് വന്നതിന് ശേഷം, അഥവാ അറാബി ആയതിനു ശേഷം, അറാബി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ താമസിക്കുന്ന അവസ്ഥ, അവിടെ നിന്ന് പട്ടണത്തിലേക്കൊക്കെ എല്ലാം വന്നതിന് ശേഷം വീണ്ടും അങ്ങോട്ടേക്ക് മടങ്ങുന്നത് അത് വൻപാപമാണ് എന്നറിയിക്കുന്ന ചില ഹദീസുകളാണ്. ഹദീസ് ഒന്ന് വായിക്കാം, കുറച്ച് വിശദീകരിക്കാനുണ്ട്, എന്നാലും ഹദീസ് ഒന്ന് വായിക്കാം. ബാബുൽ അറാബിയ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിലായിട്ട് ഇന്നും ഉണ്ട്. മരുഭൂമികളുടെ ഉള്ളിലായിക്കൊണ്ട് ചെറിയ ചെറിയ വിഭാഗങ്ങളായി താമസിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ബദവികൾ, അറാബികൾ, നമ്മുടെ കാട്ടറബികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ. എന്നാൽ കൂടുതൽ കൃഷിയും അല്ലെങ്കിൽ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളും കച്ചവടവുമായി നടക്കുന്ന പട്ടണ പ്രദേശം, മദീന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോ ഈ അറാബികൾ അവരിൽ നിന്ന് അവരുടെ ഗോത്രവും അവരുടെ നാടും എല്ലാം വിട്ട് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊപ്പം ഈ സ്വഹാബികളൊപ്പം പട്ടണത്തിൽ വന്ന് താമസിക്കുന്ന ആളുകൾക്കും അവർ ചെയ്തതിന് ഹിജ്റ എന്ന് പറയാറുണ്ട്. ഹിജ്റ ഒന്ന് മക്കയിൽ നിന്ന് മദീനയിൽ പോയതുപോലെ തന്നെ ഈ അറാബികളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന് പട്ടണത്തിലും മറ്റും വന്ന് നിൽക്കുന്നതിനും ഹിജ്റ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഹിജ്റ ചെയ്ത് വന്നതിന് ശേഷം പിന്നീട് വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോവുക എന്നുള്ളത്, അറാബി ആകാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് പോവുക എന്നുള്ളത് വൻപാപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അത് കൂടുതൽ മനസ്സിലാക്കാൻ അന്ന് കാലത്തെ സാഹചര്യത്തിലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മള് വേറൊരു നാട്ടിലുമാണ്, അത് നമുക്ക് അത്ര മനസ്സിലാവൂല. അന്ന് കാലത്ത് അതൊരു വലിയ തെറ്റായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസ് ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. عن أبي هريرة رضي الله عنه قال أبو هريرة رضي الله عنه പറഞ്ഞു الكبائر سبع വൻപാപങ്ങൾ 7 അവ്വലുഹുൻ അതിൽ ആദ്യത്തേത് അൽ ഇശ്റാഖു ബില്ലാഹ് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വഖത്ലുൻ നഫ്സ് ഒരാളെ കൊല്ലലാണ്. വറമിയൽ മുഹ്സനാത്ത് ചാരിത്ര ശുദ്ധിയുള്ള ഒരു സ്ത്രീയുടെ മേലെ വിചാരാരോപണം നടത്തലാണ്. വല അറാബിയ്യതു ബഅദൽ ഹിജ്റ ഹിജ്റയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച് അറാബിയാകലാണ് എന്നുള്ളത് ആണ് ആ വിഷയത്തിൽ പറയുന്നത്. ഈ അറാബ് പോലെ തന്നെ അതിന് തഅറബ എന്ന് പറയും. മറ്റൊരു വാക്കാണ് തഗറബ എന്നുള്ളത്. അയിന് കുത്തിട്ടുള്ളത് തഗറബ, ഉദ്ദേശിക്കുന്നത് പാശ്ചാത്യരുടെ നാട്ടിലേക്ക് പോകുന്നത്. അതും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ പറയുന്നിടത്ത് അതിന്റെ അപകടവും വിശദീകരിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിശദീകരണം ഈ ഹദീസിന്റെ കീഴിൽ വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസത്തിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ കൂടുതൽ ഇൽമ് നേടാനും അത് യഥാർത്ഥ രൂപത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.